ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ കാരണം സൈബർ ക്രൈമിനെ കുറിച്ച് നിങ്ങൾക്കൊരു അവബോധം തരാനായിട്ടാണ്. പല സ്ഥലത്തുനിന്ന് വായിച്ചു കേട്ടത് കണ്ടതും ഈവൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള ചില കേസുകൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെ കൗൺസിലിങ്ങിലൊക്കെ വന്ന കേസുകളിൽ കൂടുതലും പെൺകുട്ടികളാണ്. ഈവൻ ആൺകുട്ടികൾക്ക് പോലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഇൻറ്റിമസി കാണിക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പിലുണ്ടാകുമ്പോൾ ചക്കരയും തേനും എന്നൊക്കെ വിളിച്ച് പറയുന്ന സമയങ്ങളിൽ ഒരു ഫോട്ടോ അയച്ചതായോ ഒരു വീഡിയോ അയച്ചതായോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യും. അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് മടുത്തു വരും, എന്തെങ്കിലും പ്രശ്നത്തിൽ അത് നിന്ന് മാറിപ്പോകുമ്പോൾ ഈ ചക്കര തേന എന്ന് പറഞ്ഞവർ തന്നെ എതിർത്ത് സംസാരിക്കുന്ന ശത്രുക്കളായി മാറുന്നൊരു സംവിധാനം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പലപ്പോഴും തിരിച്ചും മറിച്ചും അവരങ്ങോട്ട് ബ്ലാക്ക് മെയിലിംഗ് സിറ്റുവേഷനിലേക്ക് ഞാനത് പബ്ലിഷ് ചെയ്യും, ഇൻറ്റിമേറ്റ് ഫോട്ടോസ് ഞാൻ പബ്ലിഷ് ചെയ്യും, ഞാൻ വീഡിയോ ഞാൻ ഓരോ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പേടിപ്പിക്കുന്ന അവസ്ഥകൾ വന്ന് പേടിച്ച് നിൽക്കുന്ന ഇഷ്ടംമാതിരി പെൺകുട്ടികളെ എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ യൂത്തിലുള്ള, പ്രത്യേകിച്ച് യുവതലമുറയിലുള്ള യൂത്തിലുള്ള കുട്ടികളോടും പെണ്ണുങ്ങളോടും പ്രത്യേകിച്ച് ആൺകുട്ടികളോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിക്കോട്ടെ, നല്ല ഇൻറ്റിമസി ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഫോട്ടോയും വീഡിയോസും ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു കിടക്കാമല്ലോ. അപ്പോൾ അത് കുറേം കൂടി നിങ്ങളുടെ ഭാവിയിലേക്ക് നന്നാവും. ട്രസ്റ്റ് നല്ല തന്നെയാണ്, പക്ഷേ അവനവൻ്റെ സേഫ്റ്റിയെക്കാട്ടിലും വലുതല്ല ഏതൊരു ട്രസ്റ്റും. അത് നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് യൂത്ത്. ഓക്കെ, ഇൻ കേസ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നല്ല കാര്യം, സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ അങ്ങനെ സംഭവിച്ചിട്ട് ഫോട്ടോസും വീഡിയോസും കൈമാറിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് വന്നാൽ നിങ്ങളിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടം അവിടെ നിന്നൊക്കെ മാറി. പേടിച്ച് നിൽക്കല്ല വേണ്ടത്. നിങ്ങളത് ഇമ്മീഡിയറ്റ് ആയിട്ട് 1930 എന്ന് പറഞ്ഞിട്ടൊരു സൈബർ ഹെൽപ്പ് ലൈൻ ഉണ്ട് നമുക്ക്. അതിൽ പറഞ്ഞാൽ അവർ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ, നിങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ അവർ നിങ്ങളെ സഹായിക്കും. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആൾക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു. 1930 എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. എന്നിട്ട് സ്റ്റേ സേഫ്, കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ positive.